സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഇന്നലെ മിലാദുൻ നബി, അതായത് നബി ദിനവും തിരുവോണവും ഒന്നിച്ചായിരുന്നു. അപ്പോൾ കേരളത്തിലെ മതേതര വിശ്വാസികളായ ആൾക്കാരെല്ലാം വളരെയധികം സന്തോഷിച്ചില്ലായിരുന്നു. അവർ ഒന്നിച്ചാണ് ഇത് ആഘോഷിച്ചത്. പക്ഷേ ചില ക്രിമികടിയുള്ള ആൾക്കാരുണ്ട്, വർഗീയവാദികൾ. അവർക്കിതൊന്നും ദഹിക്കുന്നില്ല, അവർക്കിതൊന്നും സഹിക്കുന്നില്ല. എന്തായാലും ശരി, മതേതരത്വ കേരള അത് നല്ലതുപോലെ രണ്ട് ആഘോഷങ്ങളും നടത്തി. അവർ സൗഹാർദ്ദപരമായിട്ട് മാവേലി വരെ നബിദിനത്തിൽ പങ്കെടുത്തു. അതുപോലെ എല്ലാ മുസ്ലിങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ച് മധുര പലഹാര വിതരണങ്ങൾ നടത്തും. അത് മാവേലിക്കും കൊടുത്തു. അതുപോലെ മാവേലിയും തിരുവോണം ആഘോഷിക്കുന്നവരും ഈ നബിദിന റാലിയിൽ പങ്കെടുക്കുന്നവർക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. അപ്പോൾ നമ്മുടെ ആ മതേതരത്വവും സന്തോഷവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നല്ലതുപോലെ പങ്കിട്ടാണ് കേരളത്തിലുള്ള മതേതര വിശ്വാസികൾ നടത്തിയത്. പക്ഷേ ഈ ക്രിമികടിയുള്ള സംഘപരിവാർ ശക്തികൾക്ക് ഇത് തീരെ സഹിക്കുന്നില്ല, തീരെ ദഹിക്കുന്നില്ല. അവരെന്തായാലും ശരി, അവരവരുടെ കാര്യമായിട്ട് നടന്നോട്ടെ. ഇതിനിടയിലാണ് പാലക്കാട് RSSന്റെ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളിലാണ് ബോംബ് പൊട്ടിയത്. അവിടെ അതിന്നിട്ട് പോലീസ് പോലും അന്വേഷിച്ചില്ല. സ്വമേധയെ അന്വേഷിക്കേണ്ടതാണത്. പോലീസ് പോയിട്ട് അന്വേഷിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അവസാനം പാലക്കാട് CPMന്റെ സെക്രട്ടറി തന്നെ 2-3 പ്രാവശ്യം പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ശരി, അതിന് മുമ്പായിട്ട് തന്നെ അവിടെയുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലീസ് വന്ന് അന്വേഷണം നടത്തി. എന്തായാലും അതിനുശേഷം CPMന്റെ സെക്രട്ടറി പരാതിപ്പെട്ടതനുസരിച്ച് അങ്ങനെ അന്വേഷണം വിശദമായിട്ട് നടത്തി. RSSകാരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ RSSകാരെ അറസ്റ്റ് ചെയ്തപ്പോൾ C കൃഷ്ണകുമാർ പറയുന്നത് അതവൻ പാറ പൊട്ടിക്കുന്ന ജോലിയുള്ള. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാറ പൊട്ടിക്കുന്ന ജോലിയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ സ്ഫോടനങ്ങൾ RSSകാർ നടത്തിയാൽ, അവർ ബോംബുണ്ടാക്കിയാൽ അത് പാറ പൊട്ടിക്കാൻ വേണ്ടിയാണ്. വീട്ടിനകത്ത് സ്കൂളിനകത്താണ് ഇതൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നത്, പാറ പൊട്ടിക്കാനുള്ളത്. എന്തായാലും ശരി, ഇപ്പൊ പുതിയതായിട്ട് ഈ തത്വമസി എന്നും ജനം TV എന്നും പറഞ്ഞ് 2 ചാണക ചാനലുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ദഹിക്കുന്നില്ല. അവരിപ്പോൾ പുതിയതായിട്ട് വാർത്ത ഇട്ടിരിക്കുന്ന, ഇന്ന് ഞാൻ കണ്ടത്, ഒരു തത്വമസി എന്ന് പറയുന്ന ഒരു തെണ്ടി അവൻ വന്നിരുന്ന് പറയാണ് അത് SDP-കാർ ഉണ്ടാക്കിയതാണെന്ന്. SDP-കാരാണ് ബോംബ് ഉണ്ടാക്കുന്നത്. അവരിവിടെ ക്രമസമാധാനം അപകടത്തിലാക്കുകയാണ്. അവർ ബോംബുണ്ടാക്കി പാലക്കാട് പോകാൻ ആളുകൾക്ക് പേടിയാണ്, പോലീസ് സ്റ്റേഷനിൽ കയറാനും പേടിയാണ്. അപ്പോൾ എന്തായാലും ശരി, ഇവിടെയുള്ള പോലീസ് സജീവമാവണം, സ്ട്രോങ് ആവണം. അവർ ജാതി മത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്ക് സ്വൈരമായിട്ട് ഇവിടെ ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം, സൗഹാർദ്ദമായിട്ട് ജീവിക്കണം. അതിനി RSS അല്ല, സംഘപരിവാറല്ല, മോഡിയുടെ ഇനി മൂടുതാങ്ങികളല്ല, ആരായാലും ശരി ശക്തമായ നടപടി എടുക്കണം. അതുപോലെ ഈ ചാനലുകളിൽ ഇരുന്ന് വർഗീയ വിഷം വിളമ്പുന്നവരെ അവൻ്റെ എല്ലാം പേരിലും കേസെടുത്ത് ഒരു പ്രാവശ്യം അകത്താക്കണം. അപ്പോഴേ ഇവനെല്ലാം പഠിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇവരെല്ലാം വീണ്ടും വീണ്ടും ഈ കേരളത്തെ കലാപകലുഷിതമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വർഗീയ ചേരിതിരിവരുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. വിദ്വേഷവും മതവിദ്വേഷവും വെറുപ്പും ഇതെല്ലാം ഇവരിവിടെ കുത്തി നിറക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഇലക്ഷനിൽ നിന്ന് കുറച്ച് സീറ്റുകൾ പിടിക്കണം. അതല്ലാതെ വേറൊരു ലക്ഷ്യമില്ല. കസേര ഉറപ്പിക്കണം. മോഡിക്കും കൂട്ടർക്കും അതാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. എന്തായാലും ശരി, പോലീസ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെന്നാണ്. കുറ്റവാളികളെ ഇനി ഏത് ജാതിയായാലും മതമായാലും ഏത് രാഷ്ട്രീയക്കാരനായിരുന്നാലും മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് നിഷ്പക്ഷമതികളായ മതേതരവാദികളായ കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, നിങ്ങൾക്കെല്ലാവർക്കും നബിദിനവും തിരുവോണവും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.